അസ്സലാമു അലൈക്കും പ്രിയ കൂട്ടുകാരെ, ഉഷ ജാനോമിൻ്റെ മെഷീനെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇനി വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് വീട്ടിൽ എളുപ്പം സ്റ്റിച്ച് ചെയ്യാവുന്ന തരത്തിലാണ് ഉഷ ജാനോം ഉള്ളത്. ഇതിന് ഫുഡ് പെഡലുണ്ട്, അതുപോലെ ഫുൾ ഇലക്ട്രിക്കാണ്. മെഷീൻ ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് വരുന്നത്. ലൈറ്റ് ഉണ്ട് കേട്ടോ, അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് ലൈറ്റ് ഇടാം. സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്ത് ഇവിടെ ഒരു പവർ ബട്ടൺ ഉണ്ട്, അത് ഓണാക്കി കൊടുത്താൽ ലൈറ്റ് ഓഫാവും ഓണാവും. പിന്നെ ഇതിൽ പറയാനുള്ളത് വെച്ചാൽ എളുപ്പമുണ്ട്, നമുക്ക് ഈസിയായിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇതിൻ്റെ കെട്ടിട്ട് കൊടുക്കുന്ന പോർഷനാണുള്ളത്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മെഷീന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കെട്ടിടാം. പിന്നെ നമുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, പലതരം അഡ്ജസ്റ്റ്മെൻറ്റുകളും പലതരം സ്റ്റിച്ചുകളും ഇതിന്മേൽ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ നൂലിടുന്ന പോർഷനൊക്കെ ഞാൻ വേറെ വീഡിയോയിലെടുത്ത് കാണിച്ചതല്ലേ. പിന്നെ ഇത് നമ്മളെ മറ്റേ ഇതിൽ നൂല് കയറ്റി കൊടുക്കൂലേ, അടിഭാഗത്ത് ബോബിൻ കേസിലേക്ക് ആവശ്യമുള്ള നൂലിൻ്റെ പോർഷനാണത് കാണിച്ചത്. പിന്നെ ഇവിടെ നമ്മളെ മെഷീന് സൂചി നൂല് കോർക്കുന്നത് എളുപ്പമാണ് കേട്ടോ. അപ്പോൾ പ്രഷർ ഫൂട്ടറിൻ്റെ അവിടെ നിന്ന് സൂചി ഒന്ന് പൊക്കി കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് നൂല് കോർക്കാം. അവിടെ ഒരു നൂല് കോർക്കാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, ഇവിടെ കാണിക്കുന്നുണ്ട്. അത് അതിലൂടെ ഇട്ട് കൊടുത്താൽ നൂല് കോർത്ത് കിട്ടുന്നതാണ്. പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. പിന്നെ ഇതിന് ഞാൻ കാണിച്ചു തരുന്നില്ല, അതിലൂടെ അങ്ങനെ നൂല് കോർത്താൽ മതി. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ സെപ്പറേറ്റ് ആക്കി ഇട്ട് തന്നെ കേട്ടോ. അത് ജസ്റ്റ് മെഷീനെ പരിചയപ്പെടുത്താൻ മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ ഇതിന് ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, വലിച്ചാൽ അതിനുള്ളിൽ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാധനം സ്റ്റോർ ചെയ്യാം. അതിനുള്ളിലാണ് നമ്മളെ ബോബിൻ കേസ് വരുന്നത്. ബോബിൻ കേസ് നമുക്ക് ഈസി ആയിട്ട് എടുക്കുകയും ചെയ്യാം. അതേപോലെ ഇവിടെ ക്ലീൻ ചെയ്യണമെങ്കിലൊക്കെ അവിടെ ഒരു ബ്ലാക്ക് ഇത് കണ്ടില്ലേ, അതിനെ തുറന്നെടുത്തിട്ട് അങ്ങനെ ക്ലീൻ ചെയ്യുക. എളുപ്പമാണ്, ഇങ്ങനെ എടുത്താൽ തന്നെ കിട്ടും. നമുക്ക് ബ്രഷ് വെച്ചിട്ടൊക്കെ ഓയിലൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും, നല്ല സുഖമാണ്. അങ്ങനെ ചെയ്യാം. പിന്നെ ഈ മെഷീൻ്റെ കൂടെ പലവിധം സാധനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. മെഷീൻ്റെ കൂടെ നമുക്ക് പലവിധ ഫൂട്ടുകൾ കിട്ടുന്നുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് പലവിധ ഫൂട്ടുകൾ കിട്ടുന്നുണ്ട്. കണ്ടില്ല, ഇതിൻ്റെ ഉൾവശം കണ്ടില്ലേ, നമുക്ക് ഓവർലോക്ക് ചെയ്യണ ഫൂട്ടുകൾ, അങ്ങനെ പലതും കിട്ടുന്നുണ്ട്. പിന്നെ ഹെമ്മിങ് ചെയ്യുന്നത്, സിബിൻ്റെ ഫൂട്ട്, പിന്നെ ആ ടെൻഷനാണ് കേട്ടോ. അപ്പോൾ ഈ കാണിക്കണ പോർഷൻ ടെൻഷനാണ്. അപ്പോൾ നമുക്ക് ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ ടൈറ്റ് ആവുന്നതിനനുസരിച്ച് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ വരുന്നത് ഇതിൽ കണ്ടില്ലേ, നമുക്ക് സൂചി മേലോട്ടും താഴോട്ടും ആക്കണ ഓപ്ഷനാട്ടോ. അവിടെ അങ്ങനെ വീട് തിരിച്ചു കൊടുത്താൽ അങ്ങനെ ആകുമ്പോൾ സാധാരണ നോർമൽ മെഷീൻത്തെ പോലെ തന്നെയാണ് അവിടെയൊക്കെ വരുന്നത്. പിന്നെ ഞാൻ ഫൂട്ടുകൾ അത് ഈ ബ്ലാക്ക് കളറുള്ളത് ബട്ടൺ ഹോളിൻ്റെ ഫൂട്ടാട്ടോ. ഇത് വേറെ ഫൂട്ടാണ്, ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഓരോന്നും പലതും പല യൂസിനാണ് യൂസ് ചെയ്യണത്. പിന്നെ ഇത് ഹെമ്മിങ് ഇതാണ്, മറ്റേ ഇത് കൊടുക്കൂലേ, ഹെമ്മിങ് ചെയ്യൂലേ, ഉരുട്ടി അടിക്കൂലേ, അതിൻ്റെ ഫൂട്ടാണ്. പിന്നെ ഇത് അതിൻ്റെ മെഷീൻ്റെ ഒരു സ്ക്രൂ ഡ്രൈവറാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ മെഷീൻ തുറക്കണമെങ്കിൽ അതിൻ്റെ ഓപ്ഷനാട്ടോ. അപ്പോൾ ചിലർക്കൊന്നും ഇതെന്താണെന്ന് അറിയില്ല, ചിലർ ഇതെന്താണെന്നൊക്കെ ഇങ്ങനെ ഡൗട്ട് ചോദിക്കലുണ്ട് എന്നോട്. മെഷീൻ്റെ കൂടെ കിട്ടുമ്പോൾ എന്താ സംഭവം എന്നറിയില്ല, സ്ക്രൂ ഡ്രൈവർ നമ്മളിങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അതങ്ങനെ കഴിക്കണ സെറ്റപ്പാണ്. പിന്നെ ഇത് സിബ്ബർ ഫൂട്ടാണ് കേട്ടോ. ഒരു വൺ സൈഡ് ഇല്ലാത്ത നമ്മളെ മറ്റേ ഇൻവിസിബിൾ സിബ്ബൊക്കെ അടിക്കാനൊക്കെ ഈസി ആയിട്ട് പറ്റും. നെക്കിൻ്റെ ചില പോർഷനൊക്കെ അടിക്കുമ്പോൾ നമുക്ക് സ്റ്റോണൊക്കെ വരുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യാം. പിന്നെ ഇതാണ് ബട്ടൺ ഹോളും ഫിറ്റ് ചെയ്യണ ഫൂട്ടാണ് കേട്ടത്. ബട്ടൺ നമുക്ക് ഈസി ആയിട്ട് ഇത് അറ്റാച്ച് ചെയ്യാം, ബട്ടൺ ഹോളും ചെയ്യാം. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതിലെ കാര്യങ്ങൾ. പിന്നെ ഇതിൽ ഒരുപാട് ഫൂട്ടുകൾ വരുന്നുണ്ട്. നമുക്കിപ്പോൾ തൽക്കാലം ഇതിൽ 5 ഫൂട്ട്. പിന്നെ ഇതിൻ്റെ നോർമൽ ഫൂട്ട് മെഷീൻ ഓൾറെഡി നമുക്ക് കൈ തരുമ്പോൾ ഉണ്ടാവും. അപ്പോൾ അത് അതുകൊണ്ട് അടുക്കുകയാണ് എടുത്ത് കാണിച്ച് നോർമൽ ഫൂട്ട് കാണേണ്ടത്. ഇതിൻ്റെ നമുക്ക് സാധാ സ്റ്റിച്ച് ചെയ്ത ഫൂട്ട് ഓവർലോക്കും കാര്യമൊക്കെ ഇതിന്മേൽ ചെയ്യാം. അതേപോലെ സാധാ നോർമൽ ഇതും തയ്ക്കണ ഇതിന്മേൽ തന്നെയാണ്. പിന്നെ അതിൻ്റെ ഇങ്ങനെ എളുപ്പമായിട്ട് ഇത് ഫൂട്ടൊക്കെ ഇതിന്മേൽ വെക്കാൻ എളുപ്പമാട്ടോ. അതിൻ്റെ കറക്റ്റ് സ്ഥലത്ത് വെച്ചിട്ട് അതിൻ്റെ പ്രഷർ പൊന്തിക്കുക, അതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് താത്തി കൊടുത്താൽ അത് നമുക്ക് ഇങ്ങനെ ഞാൻ ചെയ്യുന്ന കണ്ടില്ലേ, താത്തി കൊടുത്താൽ നമുക്ക് അറ്റാച്ചായി കണ്ടോ. അങ്ങനെയാണ് കേട്ടോ. അപ്പം ഇനി ഇതിനെന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് കമൻറ്റിലൊക്കെ ചോദിക്കുക, നമ്മൾ അറിയിക്കുന്നതാണ്. എന്തെങ്കിലുമൊക്കെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരണ്ടേ. പിന്നെന്താ, പിന്നെ ഇതിൻ്റെ ഓരോരോ കണ്ടിങ് ആയിട്ടുള്ള ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഞാൻ പ്രത്യേകം വേറെ വീഡിയോ ഇട്ടുതരുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ഒരു വീഡിയോ ആകുമ്പോൾ ഒരുപാട് ലെങ്ത് ആകുമ്പോൾ ഗതികേടല്ലേ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇപ്പം എന്താ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡൗട്ടുകളൊക്കെ കമൻറ്റിൽ അറിയിക്കുക.
പിന്നെ നൂലിടുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ ആരോ മാർക്കിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ തന്നെ അല്ല ഇതിനെ ആദ്യം താഴ്ത്തിയിട്ട് എടുത്തിട്ട് പിന്നെ മുകൾക്ക് പൊതിക്കഴിഞ്ഞാൽ ആരോ മാർക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രഷർ പോട്ടിൻ്റെ ആ ഒരു ഇത് പൊക്കി കഴിഞ്ഞാൽ വീല് തിരിച്ച് കഴിഞ്ഞാൽ അവിടെ ഇത് പൊങ്ങി വരും. അപ്പോൾ ഇതിലൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ വീണ്ടും താഴത്തേക്ക് അവിടെയൊക്കെ ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട് കമ്പനി തന്നെ. പിന്നീട് താഴ്ത്തി കൊടുത്തിട്ട് പിന്നെ ആ ഒരു കൊക്കയിലൂടെ പോലുള്ള അതിലിടുക. പിന്നെ സൂചിൻ്റെ ആ ഒരു ഇതിലൊക്കെ ഇട്ട് ചേർത്തിട്ട് പിന്നെ നമ്മൾ സൂചി നേരത്തെ കാണിച്ചതില്ലേ സൂചിയിൽ പ്രത്യേകം നൂല് കൊടുക്കുന്ന വീഡിയോ വേറെ ഇട്ടുണ്ട്, നല്ല ക്ലിയറിൽ ഇട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ മൊത്തത്തിൽ എടുക്കുമ്പോൾ ഫോൺ കയ്യിൽ പിടിച്ചിട്ട് വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമ്മൾ വരുന്ന ദിവസങ്ങളിലെല്ലാം ഇത് ചുരിദാറായിട്ടും ഷർട്ടായിട്ടും എല്ലാതെ നമ്മൾ ഓരോരോ വീഡിയോയിലായിട്ട് ഇട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഡൗട്ടുള്ള കുട്ടികളൊക്കെ ചോദിക്കുക. നമ്മളെല്ലാം ക്ലിയർ ചെയ്ത് തന്നെയാണ്. മെഷീനെ കുറിച്ചാണെങ്കിലും സ്റ്റിച്ച് ചെയ്യുന്നതിനെ കുറിച്ചാണെങ്കിലൊക്കെ നല്ലൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയ ചാനലാണ്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെൽ ബട്ടണൊക്കെ അമർത്തിയിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോ ഒക്കെ അല്ലേ, ചാനലല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ, എന്നാലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതായി മെഷീൻ നമുക്ക് ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ കൈ പിടിച്ചൊക്കെ കൊണ്ടെടുക്കാൻ പറ്റുന്ന ഒരു വീലാണിപ്പം പീടിയുണ്ട് കേട്ടോ മെഷീന്. അതാണ് കാണിച്ചത്. നമുക്ക് ഈസി ആയിട്ട് അതിലും കൊണ്ടെടുക്കാം. അങ്ങനെയൊക്കെയാണ് കേട്ടോ മെഷീന്. അത്യാവശ്യം ഓവർ വെയിറ്റ് ഒന്നുമില്ല. നമുക്ക് ഇങ്ങോട്ടിലൊക്കെ വിരുന്നൊക്കെ പോവുകയാണെങ്കിലൊക്കെ മെഷീനും കൊണ്ട് പോവാം കേട്ടോ. അങ്ങനെയൊക്കെ. പിന്നെ ഇതിൻ്റെ വീലൊക്കെ ഒന്ന് വലിച്ചാൽ അത് നമുക്ക് നൂല് ബോബിൻ്റെ നൂല് കയറ്റുമ്പോഴുള്ള ഓപ്ഷനാണ്. അതൊക്കെ വേറെ വിശദമായിട്ട് വീഡിയോയിൽ കാണിച്ചതിൻ്റെ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും കൂടെ ഉണ്ടാവണം കേട്ടോ. എന്നാൽ താങ്ക് യു. ഓക്കെ.